എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആംഗ്ലോ സാക്സൺ പീരീഡിനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട റൂളറായിട്ടുള്ള കിങ് ആൽഫ്രഡിനെ കുറിച്ചും ആൽഫ്രഡിൻ്റെ ഭരണപരമായ മതപരമായ ഒപ്പം തന്നെ എഡ്യൂക്കേഷൻ ഫീൽഡിന് അദ്ദേഹം കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ എത്രത്തോളമുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ആംഗ്ലോ സാക്സൺ പീരീഡിലെ മറ്റ് പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്നും ആ കാലഘട്ടത്തിലുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയെന്നും എസ്പെഷ്യലി ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, ഈ ലിറ്ററേച്ചർ ഫീൽഡിന് കൊടുത്ത പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തത്. ആ ഡിസ്കഷനിൽ നമ്മൾ കുറേ ആളുകളെ പരിചയപ്പെട്ടു, കുറേ പുസ്തകങ്ങളെ പരിചയപ്പെട്ടു. അതിനുശേഷം നമ്മൾ ആംഗ്ലോ സാക്സൺ പീരീഡിൻ്റെ കാലഘട്ടം അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്തൊരു പീരീഡ് അല്ലെങ്കിൽ ഒരു പുതിയ വിഭാഗം ആളുകൾ ഇംഗ്ലണ്ടിൻ്റെ ഭരണസാരഥ്യത്തിലേക്ക് കടന്നു വരുന്നതിനെയാണ് നമ്മളിനി പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അത് മറ്റാരുമല്ല, ഡെയിൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് ഇനി കടന്നു വരാനായിട്ട് പോകും. ഡെയിൻസ് എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റുന്നൊരു കാര്യം, ഡെൻമാർക്കാണ് ഹോംലാൻഡ് എന്ന് പറയും. ഡെൻമാർക്കിൽ നിന്ന് വരുന്നവരെയാണ് സാധാരണഗതിയിൽ ഡെയിൻസ് എന്ന് വിളിക്കുന്നത്. പക്ഷെ ഇവിടെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇവരറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, വിക്കിങ്സ്. Why they are called as Vikings? അതൊരു ചോദ്യമാണ്. ഡെയിൻസ് എന്ന് വിളിക്കുന്നുണ്ട്, പിന്നെന്തിനാണ് ഇവരെ വിക്കിങ്സ് എന്ന് വിളിക്കുന്നത്? നമ്മൾ പറഞ്ഞു ആംഗ്ലോ സാക്സൺ എന്ന് പറയുന്നത് ഒരൊറ്റ പെർട്ടിക്കുലർ ഗ്രൂപ്പല്ല. ആംഗ്ലോ സാക്സൺസ്, ജൂട്സ്, മൂന്നിൻ്റെയും കൊലാബറേഷന് ഒറ്റ വാക്കായിട്ട് വിളിക്കുന്നതാണ് ആംഗ്ലോ സാക്സൺസ്. ഇതുപോലെ തന്നെയാണ് വിക്കിങ്സ് എന്ന് പറയുന്നതും. വിക്കിങ്സ് എന്ന് പറയുന്നത് സ്കാൻഡിനേവിയൻ ഒറിജിനിൽപ്പെട്ട ട്രൈബൽ ഗ്രൂപ്പിനെയാണ് വിക്കിങ്സ് എന്നറിയപ്പെടുന്നത്. സ്കാൻഡിനേവിയൻ, അതായത് ഇപ്പോഴത്തെ മോഡേൺ നോർവേ എന്ന് പറയുന്ന സ്ഥലത്തിനെയാണ് സ്കാൻഡിനേവിയ എന്ന് ആദ്യ കാലഘട്ടത്തിൽ വിളിച്ചിരുന്നത്. ഈ സ്കാൻഡിനേവിയൻ ഒറിജിനുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ അതുമായിട്ട് മാച്ച് ചെയ്തു പോകാവുന്ന ആളുകളെയാണ് ഒറ്റ ഗ്രൂപ്പായിട്ട് വിക്കിങ്സ് എന്ന പേരിൽ വിളിക്കുന്നത്. അപ്പോൾ ഈ വിക്കിങ്സ് ഡെയിൻസ് എന്നറിയപ്പെടും. ഒപ്പം തന്നെ ഇവരുടെ ബർത്ത് പ്ലേസുകളായിട്ട് കണക്കാക്കപ്പെടുന്നത് നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്. ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് പല മാർഗങ്ങളിലൂടെ, ചിലപ്പോൾ കരമാർഗമായിരിക്കാം, കരമാർഗം ഇംഗ്ലണ്ടിലേക്ക് എത്തുക എന്ന് പറയുന്നത് ദുഷ്കരമായതുകൊണ്ട് സീ റൂട്ടോ അല്ലെങ്കിൽ റിവേഴ്സിനെ ആശ്രയിച്ചുകൊണ്ടോ ഇവർ ചിലപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാകും. മൈഗ്രേഷനേക്കാൾ ഉപരി ഇംഗ്ലണ്ടിനെ പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് വിക്കിങ്സ് ഇംഗ്ലണ്ടിലേക്ക് കടന്നു വരുന്നത്. അപ്പം എന്തായാലും ഇംഗ്ലണ്ടിൽ ഉള്ള ആളുകൾ അതിനെ വളരെ ഈസി ആയിട്ട് അംഗീകരിച്ചു കൊടുക്കില്ല. കാരണം നമ്മുടെ രാജ്യത്ത് നമുക്കുള്ളൊരു പ്രാധാന്യം എടുത്തു കളഞ്ഞുകൊണ്ട് ഒരു പുതിയ വിഭാഗം കടന്നു വരിക, നാളെ അവരിവിടെ ഭരണം നടത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയുള്ളവരൊക്കെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറേണ്ടി വരും. അത് അംഗീകരിച്ചു കൊടുക്കാൻ എന്തായാലും ഇവിടെയുള്ള ആംഗ്ലോ സാക്സൺസ് ആയാലും അതുപോലെ തന്നെ ഏർലി ഇൻഹെബിറ്റൻസ് എന്ന് കരുതപ്പെടുന്ന ബ്രിട്ടോൺസ് ആയാലും ആരും അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല. പക്ഷെ ബ്രിട്ടോൺസിനെയും ബാക്കി ഇവിടെ ഉണ്ടായിരുന്ന ഏർലി ഇൻഹെബിറ്റൻസിനെ, സെൽട്ടിബേറിയൻസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ, സെൽട്ടിനെ, ഇബേറിയൻസിനെ എല്ലാവരെയും ആംഗ്ലോ സാക്സൺസ് ഓൾറെഡി അടിച്ചൊതുക്കി വെച്ചിട്ടുണ്ട്. ആംഗ്ലോ സാക്സൺസിൻ്റെ ഒരു കാലഘട്ടം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും അവർ പറയുന്നത്, അവർ മെയിനായിട്ട് വന്നത് മുതൽ ഇവിടെ ഉണ്ടായിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 450 മുതൽ 1066 വരെയാണ്. 1066. ഈ ഒരു കാലഘട്ടമാണ് ആംഗ്ലോ സാക്സൺ പീരീഡ്. അപ്പോൾ വിക്കിങ്സ് കടന്നു വരുന്നത്, ഡെയിൻസ് കടന്നു വരുന്നത്
800-കളിലാണ് അവർ ആദ്യമായിട്ട് കടന്നു വരുന്നത്. സോ ആംഗ്ലോ സാക്സൺസ് സ്റ്റിൽ പ്രിവൈലിംഗ് ഇൻ ഇംഗ്ലണ്ട്. അവരവിടെ തന്നെ ഉണ്ട്, പോയിട്ടില്ല എങ്ങോട്ടും. 1066 വരെ അവരുടെ ഡോമിനേഷൻ ഉണ്ട്. പക്ഷെ 800-കളിൽ ഇവർ കടന്നു വരുന്നു. 1150 വരെയുള്ള കാലഘട്ടമാണ് ഇവർക്കൊരു എന്താ പറയുക, ഡോമിനൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കാലഘട്ടം. ഒരു 350 വർഷക്കാലം മാത്രം. ഇവിടെ 450 മുതൽ 1066 വരെയുള്ള ഏകദേശം 600 വർഷത്തോളം ഭരിച്ച, അല്ലെങ്കിൽ 600 വർഷം ഇംഗ്ലണ്ടിനെ നിയന്ത്രിച്ച ഒരു വിഭാഗം ആംഗ്ലോ സാക്സൺസ് ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ നാച്ചുറലി ഫൈറ്റ് വരിക ഡെയിൻസും ആംഗ്ലോ സാക്സൺസും തമ്മിലാണ്. 800-കളിൽ കടന്നു വരുമ്പോൾ, ഇംഗ്ലണ്ടിലേക്ക് കടക്കുമ്പോൾ ആദ്യം തടയുക ആംഗ്ലോ സാക്സൺസ് ആണ്. കാരണം അവരാണ് ഇവിടെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആംഗ്ലോ സാക്സൺസും ഡെയിൻസും തമ്മിലുള്ള ഫൈറ്റിന് ശേഷം എന്ത് സംഭവിക്കും? ഏതെങ്കിലും ഒരു വിഭാഗം ജയിക്കും. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ജയിച്ചത് ആംഗ്ലോ സാക്സൺസ് തന്നെയാണ്. എന്നിട്ടും അവർ ഡെയിൻസിനെ അംഗീകരിക്കാൻ തയ്യാറാവുകയും അവരുമായിട്ട് ഒരു മ്യൂച്വൽ അലയൻസിൽ എത്തിച്ചേരാനായിട്ട് തയ്യാറാവുകയും ചെയ്തു. ആ മ്യൂച്വൽ അലയൻസ് ആണ് ഡെയിൻസിന് ഇംഗ്ലണ്ടിൽ ഒരു പ്രാധാന്യം ഉണ്ടാക്കി കൊടുത്തത്. അതെന്താണ്, എങ്ങനെയാണ് എന്നാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. Advent of the Danes or Vikings. The Vikings' homeland was Scandinavia, the modern Norway, Sweden, and Denmark. They were great warriors, skilled craftsmen, adventurous explorers, and wide-ranging traders. അവരുടെ ക്വാളിറ്റികളാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി തന്നെ അവർ പറയുന്നു, ഗ്രേറ്റ് വാരിയേഴ്സ്, യുദ്ധം ചെയ്യാൻ സന്നദ്ധരായ, ശക്തരായിട്ടുള്ള ആയുധ പോരാട്ടത്തിന് സന്നദ്ധരായ വിഭാഗം. രണ്ടാമത്തെ അവരുടെ പ്രത്യേകത പറയുന്നു, സ്കിൽഡ് ക്രാഫ്റ്റ്മെൻ, ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാൻ, ഹാൻഡിക്രാഫ്റ്റ്സ് ചെയ്യാൻ വളരെ സ്കിൽഫുള്ളായിട്ട് തയ്യാറായിട്ടുള്ള, അല്ലെങ്കിൽ അതിന് കഴിവുള്ള ഒരു കൂട്ടം ആളുകൾ. Then they are wide-ranging traders and adventurous explorers. അഡ്വഞ്ചറസ് ആയിട്ടുള്ള പുതിയ കണ്ടെത്തലുകൾക്ക് തയ്യാറാകാൻ, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. ആ ഒരു അഡ്വഞ്ചറസ് ആറ്റിറ്റ്യൂഡാണ് അവരെ ഡെൻമാർക്കിൽ നിന്ന്, സ്വീഡനിൽ നിന്ന്, നോർവേയിൽ നിന്ന് എങ്ങോട്ടേക്ക് എത്തിച്ചത്? ഇംഗ്ലണ്ടിലേക്ക് എത്തിച്ചത്. അതുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങൾ വരാൻ ഒരുപാട് സമയമെടുത്തത്. അവരൊന്നും ഇവരെ പോലെ അത്രയും അഡ്വഞ്ചറസ് ആയിട്ട് ആക്ടിവിറ്റികൾ ചെയ്യാൻ താല്പര്യപ്പെട്ടിരുന്ന ആൾക്കാരല്ല. From Scandinavia, they traveled great distance mainly by sea and river. ഞാൻ പറഞ്ഞു നിർത്തിയ കാരണം, എന്തുകൊണ്ട് ഡെയിൻസ് മാത്രം, എന്തുകൊണ്ട് വിക്കിങ്സ് മാത്രം ഇംഗ്ലണ്ടിലേക്ക് ആ കാലഘട്ടത്തിൽ കടന്നു വന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, അഡ്വഞ്ചറസ് എക്സ്പ്ലോറേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർ കടലിലൂടെയും പുഴയിലൂടെയൊക്കെ ഒരുപാട് യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുകയും ആ യാത്രകളിലൂടെ പുതിയതെന്തെങ്കിലും കണ്ടെത്താനുള്ള അവരുടെ താല്പര്യം, ആ താല്പര്യമാണ് അവരെ ഇംഗ്ലണ്ടിലേക്ക് എത്തിച്ചത്. The Vikings were fast-moving sailors who used the water as their highways. അടുത്തൊരു പ്രത്യേകത പറയുന്നു, മറ്റ് രാജ്യങ്ങളെ പോലെയല്ല ഇവർ വളരെ ഫാസ്റ്റായിട്ട് സീ റൂട്ട് ഉപയോഗപ്പെടുത്തിയിരുന്ന, പ്രത്യേകിച്ച് കടലിന് അല്ലെങ്കിൽ കടൽ മാർഗത്തെ ഹൈവേകളാക്കി കണക്കാക്കുന്ന രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു വിഭാഗം ആൾക്കാരായിട്ടാണ് വിക്കിങ്സിനെ കണക്കാക്കപ്പെടുന്നത്. Anglo-Saxon writers called them Danes. ആംഗ്ലോ-സാക്സൺസ് ആണ് ഇവർ ഡെയിൻസ് എന്ന് വിളിച്ചത്. ഡെൻമാർക്കിൽ നിന്ന് വരുന്ന മെയിൻ ആൾക്കാരായതുകൊണ്ട് ഡെയിൻസ് എന്ന പേര് ഇവർക്ക് വിളിച്ച് ചാർത്തി കൊടുത്തത് ആംഗ്ലോ-സാക്സൺ റൈറ്റേഴ്സാണ്. കാരണം ആംഗ്ലോ-സാക്സൺസിൻ്റെ പീരീഡിനിടയിലാണ് ഇവർ കടന്നു വരുന്നത്. അപ്പോൾ ഡെയിൻസിൻ്റെ ഇൻവേഷൻ ഉണ്ടായി എന്നിവർ പറയുമ്പോൾ ഇവർ സൂചിപ്പിക്കുന്നത്
ഡെൻമാർക്കിൻ്റെ ഈ കടന്നുവരവിനെ, വിക്കിൻസിൻ്റെ കടന്നുവരവിനെയാണ്. അത് പറയാനായിട്ട് അവർ ഉപയോഗിച്ച വാക്കാണ് ഡെയിൻസ് എന്നുള്ളത്. അത് പിന്നീട് പോപ്പുലറൈസ് ചെയ്യപ്പെട്ടു. They were also known as Norsemen, Northmen, Sea Rovers, Sea Wolves or Heathens. പല പേരുകളിൽ അറിയപ്പെടുന്നു. ഹീത്തൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നു, സീ റോവേഴ്സ് എന്നറിയപ്പെടുന്നു, നോർത്ത് മെൻ എന്നറിയപ്പെടുന്നു, നോർസ്മെൻ എന്നറിയപ്പെടുന്നു. നോർത്തേൺ സൈഡിൽ നിന്ന് വന്നവർ എന്ന അർത്ഥത്തിൽ നോർത്ത് മെൻ, നോഴ്സ് മെൻ എന്നുള്ളതും ആ ഒരു അർത്ഥത്തിൽ തന്നെ. കടൽ മാർഗം വന്നതുകൊണ്ട് സീ റോവേഴ്സ്, സീ വൂൾവേഴ്സ്. ഹീത്തൻസ് അവർ വിശ്വാസങ്ങൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന വിശ്വാസത്തിൽ നിന്ന് വിഭിന്നമായി എല്ലാത്തിനെയും, ചുറ്റിലും കാണുന്ന സർവചരാചരങ്ങളെയും ആരാധിക്കുന്ന പഴയ ആംഗ്ലോ സാക്സൻസിൻ്റെ അതേ മെത്തേഡിൽ വുഡൻ, വിൻഡ്, ഫയർ, വാർ, ലവ്, എല്ലാത്തിനും ദൈവങ്ങൾ. ആ വിഭാഗം അല്ലെങ്കിൽ ഒന്നിലും ദൈവത്തിൻ്റെ കൃത്യമായിട്ടുള്ള ദൈവം എന്ന് പറയുന്ന വിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള സത്യത്തിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാർ. ഒരു പർട്ടിക്കുലർ വ്യക്തിയല്ല ദൈവം എന്നുള്ളതിൽ നിന്ന് വിഭിന്നമായിട്ട് ചിന്തിച്ചിരുന്ന ആൾക്കാരായിരുന്നു. Vikings' age in England lasted from approximately 800 to 1150 Christian era. 800 മുതൽ 1150 വരെയുള്ള കാലഘട്ടമാണ് പ്രധാനപ്പെട്ട കാലഘട്ടമെന്ന് കണക്കാക്കപ്പെടുന്നുള്ളൂ. അതും പൂർണ്ണമായിട്ട് അവരുടെ അധീനതയിലുള്ള കാലഘട്ടമല്ല, എങ്കിലും അവർ കടന്നു വരുന്നതും അവരുടെ പ്രധാനപ്പെട്ട ഒരു സെറ്റിൽമെൻറ്റിലേക്ക് അവരെത്തുന്നതൊക്കെ ഈ ഒരു 350 വർഷത്തെ കാലഘട്ടത്തിനിടയിലാണ്. ഫ്രം അറൗണ്ട് 860 Christian era onwards they invaded, stayed, settled and prospered in Britain. 860 കൂടിയിട്ട് അവർ ഇംഗ്ലണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അവരുടെ പ്രവർത്തന മേഖലയിലേക്ക് അല്ലെങ്കിൽ അവരുടെ അധികാരത്തിൻ്റെ ആ ഒരു ഫോഴ്സിലേക്ക് അവരങ്ങോട്ട് കടന്നു വന്നിട്ടില്ല. അവർ ജസ്റ്റ് സെറ്റിലേഴ്സ് ആയിട്ട് കടന്നു വരുന്നു, അല്ലെങ്കിൽ ഒരു മൈഗ്രൻസ് ആയിട്ട് കടന്നു വരുന്നു എന്നല്ലാതെ പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ അവർ ഇംഗ്ലണ്ടിനെ പിടിച്ചെടുക്കാവുന്ന ഒരു രീതിയിലേക്ക് 860കളിൽ എത്തിയിട്ടില്ല. According to the Anglo-Saxon Chronicle, the first Viking attack in Britain carried in the year 793. 793 ആദ്യത്തെ അറ്റാക്ക് ഉണ്ടായതായിട്ട് കണക്കാക്കപ്പെടുന്നു. ഡെയിൻസ് ഇംഗ്ലണ്ടിനെ ആദ്യമായിട്ട് ഇൻവേഡ് ചെയ്യാൻ ശ്രമിച്ച അവരുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് 793. ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അതിൽ തന്നെ സക്സീഡ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. These ruthless pirates continued to make regular attacks around the coast of England. ഇതിൽ പരാജയപ്പെട്ടു. അവർ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും 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 ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കാരണം അവർക്ക് ഇംഗ്ലണ്ട് പിടിച്ചെടുത്തേ പറ്റൂ. ഇവിടെ അവർക്ക് ഈ 3 രാജ്യങ്ങളിലായിട്ട് അവർക്ക് വലിയൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല. ഇംഗ്ലണ്ട് ആണെങ്കിൽ ഓൾറെഡി ഡെവലപ്ഡ് ആണ്, റിച്ച് ആണ്. അപ്പോൾ ആ ഒരു റിച്ച്നെസ്സിൻ്റെ ഇമ്പാക്റ്റ് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങോട്ട് കടന്നു വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. They captured people as slaves, attacked and plundered monasteries. ഇവരും ഒരു കൊള്ളക്കാരുടെ രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. ഒരുപാട് ആളുകളെ ഓരോ വട്ടം അറ്റാക്ക് നടത്തും, അടിമകളാക്കി പിടിച്ചുകൊണ്ട് പോവും. അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ആംഗ്ലോ സാക്സൺ പീരീഡിൽ ഇംഗ്ലണ്ടിലെ മൊണാസ്ട്രികളൊക്കെ വളരെ റിച്ചായിരുന്നു എന്നുള്ളത് മാത്രമല്ല, മൊണാസ്ട്രീസ് മോസ്റ്റ് പ്രോബബ്ലി ദേ ആർ സെൽഫ് സഫീഷ്യൻറ്റ്. സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു നിലനിൽപ്പുള്ള അവസ്ഥയിലായിരുന്നു എല്ലാ മൊണാസ്ട്രീസും. ഓരോ മൊണാസ്ട്രിയും അവരുടേതായിട്ടുള്ള രീതിയിൽ തന്നെ സെൽഫ് സഫീഷ്യൻ്റ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത.
ഒരു മൊണാസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായിട്ടൊരു വലിയ ലാൻഡ് ഏരിയ ഉണ്ടാവുന്നു. ആ ലാൻഡ് ഏരിയയിൽ തന്നെ അവർ കൾട്ടിവേഷൻ നടത്തുന്നു. അത് കൃഷിയാവാം, അല്ലെങ്കിൽ അത് മൃഗപരിപാലനമാവാം. അതിലൂടെ കിട്ടുന്ന ബെനിഫിറ്റുകൾ, അതുകൂടാതെ റിച്ച് പേഴ്സൺസ് അല്ലെങ്കിൽ രാജാവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന അഡീഷണൽ ബെനിഫിറ്റ്സ്. കാരണം നമ്മൾ നേരത്തെ ആംഗ്ലോ സാക്സൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു. ആംഗ്ലോ സാക്സൻസ് അവരുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഡീവിയേറ്റ് ആയി എന്ന് പറഞ്ഞു. ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഡീവിയേറ്റ് ആയ രാജാവും മറ്റുള്ളവരും എന്തു ചെയ്യും? സഭയ്ക്ക് അല്ലെങ്കിൽ പള്ളിക്ക് ആവശ്യമായിട്ടുള്ള സംഭാവനകൾ കൊടുത്തുകൊണ്ടേയിരിക്കും. കാരണം പള്ളിക്ക് നിലനിൽപ്പ് എന്ന് പറയുന്നത് ആളുകളിൽ നിന്ന് കിട്ടുന്ന ഈ പിരിവിൽ നിന്നാണ്. അപ്പോൾ ആ പിരിവ് എന്തായാലും അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒന്നാമത്തെ കാര്യം, പള്ളിക്ക് കൊടുക്കുന്നത് മുഴുവൻ ദൈവത്തിനാണ് എന്നുള്ളൊരു വിശ്വാസം നിലനിൽക്കുന്നത് കൊണ്ട് ആൾക്കാരെല്ലാവരും അതിന് തയ്യാറാകുമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് റിച്ചായിട്ട് നിൽക്കുന്ന ഈ മൊണാസ്ട്രികളെ കൊള്ളയടിക്കലായിരുന്നു ഡെയിൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. കാരണം ഇവിടെ ഈ പറയുന്ന രാജ്യങ്ങളിലൊന്നും അവർക്കൊന്നുമില്ല. നോർവേയിലൊന്നുമില്ല, സ്വീഡനിലൊന്നുമില്ല, ഡെൻമാർക്കിലൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പം ഇനി എന്ത് ചെയ്യാം? നിലനിൽക്കുന്ന ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് കൊള്ളയടിച്ച് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകണം. അതിനാണ് അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇംഗ്ലണ്ടിലെ രാജാക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. But during the reign of Alfred the Great, Vikings had a great setback. He defeated the Vikings at the Battle of Edington in 878. After the battle, Vikings chief Guthrum converted to Christianity. അപ്പോൾ 878 ഇവർ ഒരു അറ്റാക്കും കൂടി നടത്തി. ഈ അറ്റാക്കിൽ ഇവരെ പ്രതിരോധിക്കാൻ മുൻപിൽ നിന്നത് അന്നത്തെ ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ദി ആൽഫ്രഡ് ദി ഗ്രേറ്റ്. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ് ആൽഫ്രഡിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സ്കില്ലിനെ കുറിച്ച്. ഒരു നല്ല വാരിയർ ആയിരുന്നു, നല്ല അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു, നല്ലൊരു സ്കോളറായിരുന്നു, മികച്ച ഭരണാധികാരിക്ക് വേണ്ട എല്ലാ ക്വാളിഫിക്കേഷനും തികഞ്ഞ വ്യക്തിയായിരുന്നത് കൊണ്ട് തന്നെയാണ് ആൽഫ്രഡ് ഈസ് കൺസിഡേർഡ് ടു ബി ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട്. അതുകൊണ്ടാണ് ആ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നതും ആൽഫ്രഡ് ദ ഗ്രേറ്റ്. ഈ ഗ്രേറ്റിൻ്റെ അടുത്താണ് 878 വിക്കിങ്സ് അറ്റാക്കിന് വരുന്നത്. എഡിങ്ടൺ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് യുദ്ധം നടക്കുന്നത്. അന്ന് ആ യുദ്ധത്തിന് വിക്കിങ്സിന് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട അവരുടെ ചീഫിൻ്റെ പേരാണ് ഗുത്രം. ഗുത്രം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ്രഡിനോട് യുദ്ധം ചെയ്ത് അദ്ദേഹവുമായിട്ടൊരു ട്രീറ്റിയിൽ ഏർപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് ഗുത്രമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ആൽഫ്രഡ് എന്ന് പറയുന്ന രാജാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയാൽ ആ പ്രദേശം കൂടി തൻ്റെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ യുദ്ധം നടക്കുന്നത് എഡിങ്ടണിലാണ്. എഡിങ്ടൺ ഇംഗ്ലണ്ടിൻ്റെ ഭാഗമാണ്, ഓൾറെഡി ഇംഗ്ലണ്ടിൻ്റെ ആണ്. അവിടെ ജയിച്ചതിൻ്റെ പേരിൽ എഡിങ്ടണിന് ഇംഗ്ലണ്ടിനോട് ചേർക്കേണ്ട ആവശ്യമില്ല, ഇംഗ്ലണ്ടിൻ്റെ ഭാഗം തന്നെയാണത്. അപ്പോൾ കിങ് ആൽഫ്രഡ് ഗുത്രമിനെ പിടിച്ച് ജയിലിലിടുകയോ അദ്ദേഹത്തെ തടവിൽ ആക്കുകയോ അല്ല ചെയ്തത്. പകരം അദ്ദേഹത്തെ വിട്ടയച്ചു. ഗുത്രമിനോട് അദ്ദേഹം തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. പക്ഷെ ഗുത്രം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി, ആൽഫ്രഡിനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ എന്ത് ചെയ്യണം? വേറൊരു രീതിയിലൂടെ അദ്ദേഹവുമായിട്ട് ഒരടുപ്പം സ്ഥാപിച്ചെടുക്കാനായിട്ട് പറ്റണം. അതിന് അദ്ദേഹം കണ്ടെത്തിയ മാർഗമാണ് അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ടഡായി. കിങ് ആൽഫ്രഡ് ഉൾപ്പെടെയുള്ള ആംഗ്ലോ സാക്സൺ കിങ്സ് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിറ്റി ഇദ്ദേഹവും വിശ്വാസമായിട്ട് കണക്കാക്കാൻ തുടങ്ങി ഗുത്രം. അദ്ദേഹത്തിൻ്റെ ക്രിസ്ത്യാനിറ്റിയിലേക്കുള്ള കടന്നുവരവ് കിങ് ആൽഫ്രഡിന് വളരെയധികം താല്പര്യപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് 886 ഗുത്രമും ആൽഫ്രഡും തമ്മിൽ ഒരു ട്രീറ്റി ഒപ്പുവെച്ചു. ട്രീറ്റി എന്ന് വെച്ചാൽ എന്താ? ഉടമ്പടി. ഉടമ്പടി എന്ന് വെച്ചാൽ രണ്ടുപേരും തമ്മിൽ സ്വമേധയാ സമ്മതിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ചില നിർദ്ദേശങ്ങൾ.
In 886, Alfred took London from Vikings and fortified it. അപ്പോൾ 886 ട്രീറ്റി ഒപ്പുവെക്കുന്നതിന് മുൻപ് ലണ്ടൻ വീണ്ടും ആൽഫ്രഡ് തിരിച്ചു പിടിച്ചു. അത് വിക്കിങ്സിൻ്റെ കയ്യിലായിരുന്നു. അവരുടെ കയ്യിൽ നിന്നും തിരിച്ചു പിടിച്ച് അദ്ദേഹം ഇംഗ്ലണ്ടിനോട് കൂട്ടിച്ചേർത്തു. In the same year, he signed a treaty with Guthrum. ട്രീറ്റിക്ക് പേരൊന്നുമില്ല, ട്രീറ്റി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. This treaty partitioned England between Vikings and Alfred. അതാണ് ഏറ്റവും വലിയ ഒരു പോരായ്മ അല്ലെങ്കിൽ ഒരു അബദ്ധം ആരെ സംബന്ധിച്ച് നടന്നത്? കിങ് ആൽഫ്രഡിനെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ച വലിയൊരു പിഴവ് അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക്. ഇംഗ്ലണ്ടിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് കുറച്ച് ഭാഗം ഭരിക്കാൻ വിക്കിങ്സിൻ്റെ ലീഡറായിട്ടുള്ള ഗുത്രമിനും ബാക്കി ഭാഗം കിങ് ആൽഫ്രഡ് അദ്ദേഹത്തിൻ്റെ കീഴിലും നിലനിർത്താനായിട്ട് അവരൊരു ട്രീറ്റിയിലൂടെ, ഉടമ്പടിയിലൂടെ ധാരണയിലെത്തി. അപ്പം ഗുത്രമിന് അദ്ദേഹം വിചാരിച്ച കാര്യം നടന്നു. ആക്രമിച്ച് പിടിച്ചെടുക്കാൻ പറ്റിയില്ല. പക്ഷെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഒന്ന് കൺവേർട്ടായപ്പോൾ കിങ് ആൽഫ്രഡിന് ഇയാളോടൊരു അനുകമ്പ തോന്നി. ആ അനുകമ്പയുടെ പേരിൽ 856 ഒരു ട്രീറ്റി തയ്യാറാക്കി. ട്രീറ്റി പ്രകാരം ഇംഗ്ലണ്ടിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയും ഒരു ഭാഗം ആൽഫ്രഡിൻ്റെ കീഴിലും മറ്റൊരു ഭാഗം വിക്കിംഗ് റൂളറായിട്ടുള്ള ഗുത്രമിൻ്റെ കീഴിലേക്കും അനുവദിച്ചു കൊടുത്തു. അതൊരു വലിയ പോരായ്മയായിരുന്നു. കാരണം അതിനെ തുടർന്നാണ് പിന്നീട് ഇവരുടെ ഭരണ സംവിധാനം ഇവിടെ ശക്തമായിട്ട് മുന്നോട്ട് പോയത്. The treaty partitioned England between Vikings and Alfred. The Viking territory came to be called the Danelaw. ഏതൊക്കെ പ്രദേശമാണോ ഡെയിൻസിൻ്റെ കീഴിൽ വിക്കിങ്സിൻ്റെ അധികാര പരിധിയിൽ വരുന്നത്, ആ പ്രദേശത്തെ അറിയപ്പെടുന്ന പേരാണ് ഡെയിൻലോ. ഡെൻമാർക്കിൻ്റെ നിയമം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്, വിക്കിങ്സിൻ്റെ ലോ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഡെയിൻ ലോ എന്നാണ് ആ സ്ഥലം പിന്നീട് അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ട് എന്ന പേരിലല്ല അറിയപ്പെടുക. ഇപ്പോൾ ഒരു വൃത്തം വരച്ചിട്ട് ഇത് ഇംഗ്ലണ്ട് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ മുറിച്ചു, ഇത്രയും ഭാഗം ആൽഫ്രഡിൻ്റെ കീഴിലും ഇത്ര ഭാഗം വിക്കിങ്സിൻ്റെ കീഴിലും ആണെന്ന് പറഞ്ഞാൽ ഈ പോർഷനെ വിളിക്കുന്ന പേരാണ് ഡെയിൻ ലോ. ക്ലിയർ ആണല്ലോ? ഈ വൃത്തമാണ് ഇംഗ്ലണ്ട് എങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്തു ട്രീറ്റി പ്രകാരം. ആ ട്രീറ്റി പ്രകാരം ആൽഫ്രഡിനൊരു ഭാഗം, വിക്കിങ്സിനൊരു ഭാഗം. എന്തായാലും വിക്കിങ്സിന് കൊടുക്കുന്നത് വളരെ ചെറിയൊരു പോർഷനായിരിക്കും. പക്ഷെ ആ ഭാഗത്തിന് ഈ ഇത്രയും പോകുന്ന ഈ ടെറിട്ടറിയെ വിളിക്കുന്ന പേരാണ് ഡെയിൻ ലോ. ഇംഗ്ലണ്ട് ഹാഡ് 4 വിക്കിംഗ് കിങ്സ് ബിറ്റ്വീൻ 1013 to 1042. 1013 മുതൽ 1042 വരെയുള്ള കാലഘട്ടത്തിലാണ് പൂർണ്ണമായിട്ടും വിക്കിങ്സിൻ്റെ ഭരണം ഇംഗ്ലണ്ടിൽ കാണാൻ കഴിഞ്ഞത്. ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട 3 പേരാണ് കടന്നു വന്നത്. ആ 3 പേരുടെ അധികാരത്തിന് കീഴിലാണ് ഇംഗ്ലണ്ട് പിന്നീട് മുന്നോട്ട് പോയത്. 4 വിക്കിംഗ് രാജാക്കന്മാരാണ് കടന്നു വന്നത്. ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദീസ് വാസ് കാനൂട്ട്. 4 പേര് കടന്നു വന്നു. ആ 4 രാജാക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട കിങ്ങിൻ്റെ പേരാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്, കാനൂട്ട്. അദ്ദേഹമാണ് ഈ 4 പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. 4 പേർക്ക് കൂടി ഭരിക്കാൻ കിട്ടിയ കാലഘട്ടം നോക്കുക. 1013 മുതൽ 1042 വരെയുള്ള വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടം. He became King of England in the year 1016. 1016 കാനൂട്ട് ഇംഗ്ലണ്ടിൻ്റെ രാജാവായി. ഈ ഒരു പോർഷൻ്റെ മാത്രമല്ല, ഈ ടോട്ടൽ പോർഷൻ്റെ രാജാവായിട്ട് മാറി. എങ്ങനെയായിരിക്കും? ഒരുപക്ഷെ ഇംഗ്ലണ്ടിൽ ആ സമയത്ത് രാജാവ് ആരും തന്നെ ഉണ്ടായിരുന്നിരിക്കില്ല.
He did not force English people to obey Danish law. Instead, he recognized Anglo-Saxon laws and customs. കാന്യൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പറയുന്നത്. മറ്റ് രാജ്യങ്ങളൊക്കെ ചെയ്യുക, നമ്മളെന്താണോ പഠിച്ചിരിക്കുന്നത് അത് നമ്മൾ ഭരിക്കുന്നവരിലേക്ക് പകർന്നു കൊടുക്കും. അതായത് ഇംഗ്ലണ്ടുകാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അവർ ഇന്ത്യൻ ഭാഷകൾ പഠിക്കുകയല്ല ചെയ്ത്, അവരാദ്യം ചെയ്തത് ഇന്ത്യക്കാരെ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിച്ച് അവരുടെ ഭരണം സുഗമമാക്കി നടത്തും. അതേസമയം ഇന്ത്യ പറയുന്ന ഡെയിൻസിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കാന്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മനസ്സിലാക്കിയ വലിയൊരു കാര്യമുണ്ട്. ഞാൻ ഏത് വിശ്വാസത്തിലാണോ, ഞാൻ ഏത് രീതിയിലാണോ അതിലേക്ക് ബാക്കിയുള്ളവരെ കൊണ്ടുവരല്ല, ബാക്കിയുള്ളവരുടെ രീതിയും അവരുടെ സ്വഭാവ സവിശേഷതകളും മനസ്സിലാക്കി ഞാൻ അതുമായിട്ട് ഇഴുകിച്ചേരുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ നിലനിൽക്കുന്ന ഡെയിൻ ലോ എല്ലായിടത്തും നടപ്പിലാക്കുകയല്ല ചെയ്തത്. ആംഗ്ലോ സാക്സൺസ് ലോ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ എന്താണ് ആംഗ്ലോ സാക്സൺസ് ലോ എന്നുള്ളത് കാന്യൂട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് കാന്യൂട്ട് ഭരണം നടത്തിയതുകൊണ്ടാണ് ഈ 4 കിങ്സിൽ ഗ്രേറ്റസ്റ്റ് കിങ് ആയിട്ട് കാന്യൂട്ടിനെ കണക്കാക്കുന്നത്. ഇനി ഇമ്പാക്ട് ഓഫ് ഡാനിഷ് ഇൻവേഷൻ, ലൈഫ് ഇൻ ഡെയിൻ ലോ. എങ്ങനെയായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ഡെയിൻസ് വന്നതിന് ശേഷമുള്ള ആ ഒരു കാലഘട്ടവും അതിനെ തുടർന്ന് ഇംഗ്ലണ്ടിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. ഡ്യൂറിങ് ദ വിക്കിംഗ് പീരീഡ്, ദ ടെറിട്ടറി ഓഫ് ഇംഗ്ലണ്ട് വാസ് ഡിവൈഡഡ് ഇൻടു സ്കാൻഡിനേവിയ ആൻഡ് ആംഗ്ലോ-സാക്സൺ സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസ്. ഓൾറെഡി ഞാനിവിടെ പറഞ്ഞു, സ്കാൻഡിനേവിയൻ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് തന്നെയാണ് വിക്കിങ്സിൻ്റെ അധികാരപരിധി. ആംഗ്ലോ സാക്സൺസിൻ്റെ അധികാരപരിധിയാണ് കിങ് ആൽഫ്രഡ് എന്ന് നമ്മളിവിടെ എഴുതിയിരിക്കുന്നു. ആംഗ്ലോ സാക്സൺസ് എന്ന് എഴുതിയാലും ശരിയാണ്. ദ ടെറിട്ടറി അണ്ടർ ഇൻഫ്ലുവൻസ് ഓഫ് ഡെയിൻസ് came to be called the Dane law. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. In Dane law, the greatest influence of the Vikings on the Old English was felt. Many Scandinavian places names exist in the north of England. അപ്പോൾ അവരുടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് സ്ഥലപ്പേരുകൾക്ക് ഒരു സ്കാൻഡിനേവിയൻ ടച്ച് വരുന്നതായിട്ട് കാണും. അത് ഏതൊക്കെയാണ്, എങ്ങനെയാണ് ആ ടച്ച് കൊണ്ടുവരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. The Danes brought their own distinct law, place names, customs, measurements, skilled craft, law settled down as farming techniques to the Dane law. അവരുടെ ഈ ഡെയിൻ ലോ എന്ന് പറയുന്ന ഭരണ സംവിധാനത്തിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും അവരുടെ മെഷർമെൻറ്റ്, കസ്റ്റംസ്, പ്ലേസ് നെയിംസ്, സ്കിൽഡ് ക്രാഫ്റ്റ് ആൻഡ് ഫാമിംഗ് ടെക്നിക്സ്, എങ്ങനെ കൃഷി നടപ്പിലാക്കണം എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ ഡെയിൻ ലോയിലൂടെ അവർ വളരെ കൃത്യമാണ്, സിസ്റ്റമാറ്റിക് ആണ്. അവർക്കൊന്നും തന്നെ മറച്ചു വെക്കാനായിട്ടില്ല. അവർക്കുള്ളതും അവർക്ക് ചെയ്യേണ്ടതും അവർക്ക് പറയേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെ അവർ കൃത്യമായിട്ട് രേഖയാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. The Vikings in the Dane law settled down as farmers and lived peacefully together with Anglo-Saxons. There were intermarriages between Vikings and Anglo-Saxons. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ ഈ 2 വിഭാഗമായിട്ടാണ് ഭരണമെങ്കിലും 2 രീതിയിലാണ് ഇവരെ കണക്കാക്കപ്പെടുന്നതെങ്കിലും ഇവരെ ഒത്തൊരുമിച്ച് പോകാനായിട്ട് തയ്യാറായിരുന്നവരാണ്. വിക്കിങ്സും ആംഗ്ലോ സാക്സൺസും തമ്മിൽ യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 വിഭാഗങ്ങളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ ക്ലാസ് മാരേജുകൾ പോലും അന്നവിടെ നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. മാരേജ് അലയൻസിലേക്ക് വരെ കടക്കണമെങ്കിൽ അത്രയും ഊഷ്മളമായിട്ടുള്ളൊരു ബന്ധം അവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. Many Viking influence are still around today in the life of British people. British surnames like Adamson, Holt and Thorne
ആർ സ്കാൻഡിനേവിയൻ ഒറിജിൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസ് ആണ്. ഇന്നും സ്കാൻഡിനേവിയൻസിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ്, അവർ കടന്നു വന്നതിൻ്റെ, അവർ ഭരണം നടത്തിയതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ഇന്നും ഇംഗ്ലണ്ടിൽ കാണാൻ കഴിയുന്നു. പ്രത്യേകിച്ച് ആഡംസൺസ്, ഹോൾട്ട്, തോൺ തുടങ്ങിയിട്ടുള്ള സർനെയിമുകൾ, നമ്മൾ ഈ ഇനീഷ്യൽ എന്നൊക്കെ പറയുന്നു, അത്തരം പേരുകൾ പോലും കൊണ്ടുവന്നത് സ്കാൻഡിനേവിയൻ ലാംഗ്വേജിൽ നിന്നാണ്. മെനി ഓഫ് ദ വിക്കിംഗ് വേർഡ്സ് ഹാവ് ഓൾസോ ബിക്കം പാർട്ട് ഓഫ് ഇംഗ്ലീഷ്. ഒരുപാട് വാക്കുകൾ, അതിപ്പോൾ റോമൻസിൽ നിന്ന് നമ്മൾ പറഞ്ഞു ഒരുപാട് വാക്കുകൾ ഇംഗ്ലീഷിലേക്ക് കടമെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേ പറയുന്നു സ്കാൻഡിനേവിയൻ അഥവാ വിക്കിൻസ് ലാംഗ്വേജിൽ നിന്നും കുറേ വാക്കുകൾ ഇംഗ്ലീഷിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിന്നും ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് കേട്ടാൽ നമ്മൾ തന്നെ ചിലപ്പോൾ ഞെട്ടിപ്പോവും. എഗ്, ലോ, ഡൈ, ബ്രെഡ്, ഡൗൺ, ഫോഗ്, മക്ക്, ലം എക്സെട്ര. ഈ വേർഡുകളൊക്കെ ഇംഗ്ലീഷിലുള്ളതല്ല, ശരിക്കും സ്കാൻഡിനേവിയൻ ഒറിജിൻ, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക് എന്നിവിടങ്ങളിൽ ഉപയോഗിക്കുന്ന സ്കാൻഡിനേവിയൻ ലാംഗ്വേജിൽ നിന്നും അവരുമായിട്ടുള്ള ഇൻ്റർ കണക്ഷൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക, കൾച്ചറൽ ഇൻ്റർചേഞ്ചിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷിലേക്ക് കടന്നു വന്ന ചില വാക്കുകളാണ്. അതിന്ന് ഇംഗ്ലീഷ് വാക്കുകളായിട്ട് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. There were 3 main areas where Vikings lived: Northumbria, East Anglia and the 5 boroughs. A borough was a town and the 5 towns were Leicester, Nottingham, Derby, Stamford and Lincoln. 5 സിറ്റീസും അതുകൂടാതെ തന്നെ പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളാണ്. ഒന്ന് നോർത്തുംബ്രിയയും 2 ഈസ്റ്റ് ആംഗ്ലിയയും. ഈസ്റ്റ് ആംഗ്ലിയ 5 പ്രധാനപ്പെട്ട സിറ്റീസും നോർത്തുംബ്രിയ പ്ലസ് ഈസ്റ്റ് ആംഗ്ലിയ. ഈ 7 സ്ഥലങ്ങളാണ് ഈ പറയുന്ന വിക്കിംഗ് റൂളിൻ്റെ കീഴിൽ വരുന്നത്, അഥവാ ഡെയിൻ ലോയുടെ കീഴിൽ വരുന്ന 7 പ്രദേശങ്ങൾ. അതിലെ 5 പ്രധാനപ്പെട്ട സിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് ലെസസ്റ്റോ, നോട്ടിൻഹാം, ഡെർബി, സ്റ്റാംഫോർഡ് ആൻഡ് ലിൻകോൺ. ഈ 5 സിറ്റീസും അഡീഷണൽ ആയിട്ട് നോർത്തുംബ്രിയ പ്ലസ് ഈസ്റ്റ് ആംഗ്ലിയ, ഇത്രയുമാണ് വിക്കിങ്സിൻ്റെ അധീനതയിൽ പെടുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങൾ. The most important city in the Danelaw was the city of York. അടുത്തൊരു സ്ഥലം കൂടി വരുന്നു, യോർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടി ഇവരുടെ അധികാരത്തിന് കീഴിലേക്ക് വരുന്നു. Over 10,000 people lived in the York and it was an important trading center. The Danes had their own government. The Danish community gathered together at a meeting called Ting. ഇവരുടെ യോർക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരം. 10,000-ലധികം ആൾക്കാർ താമസിക്കുന്നതായതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ട്രേഡിംഗ് സെൻ്ററായിട്ടാണ് എന്തിനെ കണക്കാക്കിയിരുന്നത്, ഈ പറയുന്ന യോർക്കിനെ അവർ കണക്കാക്കിയിരുന്നു. അടുത്തൊരു പ്രത്യേകത പറയുന്നു, അവർ കൃത്യമായിട്ട് മീറ്റിങ്ങുകളൊക്കെ കൂടും. നമ്മളുടെ ഗ്രാമസഭകൾ പോലെ, നിയമസഭ പോലെ, പാർലമെൻറ്റ് മീറ്റിംഗ് പോലെ അവരുടെ അസംബ്ലിയുടെ പേരാണ് തിങ്. തിങ് എന്ന് പറയുന്നത് അവരുടെ അസംബ്ലിയുടെ പേരാണ്. ഹിയർ ദേ സെറ്റിൽഡ് പ്രോബ്ലംസ് ആൻഡ് മേക്ക് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ ഈ അസംബ്ലിയിൽ വെച്ച് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും, പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചർച്ച ചെയ്യും, പരിഹാരങ്ങൾ കാണും, അതിനു വേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതിനു വേണ്ട വഴികൾ എന്തൊക്കെയെന്നുള്ളതും അവരവിടെ തന്നെ വെച്ച് തീരുമാനിക്കും. പീപ്പിൾ കുഡ് വോട്ട് ഓൺ മാറ്റർ റിഗാർഡിംഗ് their day-to-day life. For example, the thing had the right to decide who should own a piece of land or how to punish a criminal. ഒരു സ്ഥലത്തെക്കുറിച്ചോ ഒരു വസ്തുവിനെക്കുറിച്ചോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐറ്റത്തെക്കുറിച്ചോ
തർക്കം നിലനിന്നാൽ ആ തർക്കത്തിൽ അത് ആരുടെ ഓണർഷിപ്പിലേക്ക് പോവേണ്ടതാണ് എന്ന് തീരുമാനിക്കേണ്ടത് ഈ തിങ് എന്ന് പറയുന്ന അസംബ്ലിയാണ്. അതുപോലെ തന്നെ മറ്റൊരു സുപ്രധാന തീരുമാനം എന്ന് പറയുന്നത്, ആരാണോ തെറ്റ് ചെയ്യുന്നത് ക്രിമിനലിനെ പണിഷ് ചെയ്യാനുള്ള അധികാരവും ഇവർക്ക് തന്നെയാണ്. ക്രിമിനൽ പണിഷ്മെന്റ്, ഇതാണ് അവരുടെ അടുത്ത ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിങ് എന്ന് പറയുന്ന അസംബ്ലി വെറുതെ കാര്യങ്ങൾ വർത്താനം പറഞ്ഞ് ചർച്ച ചെയ്ത് തീർക്കാനുള്ളതല്ല. അവിടെ തെറ്റിന് പരിഹാരം കാണണം, അവരുടെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് പറയണം. എന്തെങ്കിലും സ്വത്ത് സംബന്ധമായിട്ടുള്ള തർക്കം വന്നു കഴിഞ്ഞാൽ അതിന് പരിഹാരം കണ്ടെത്തേണ്ടതും ഈ അസംബ്ലിയുടെ ഉത്തരവാദിത്തമാണ്. All this was supervised by a chieftain or judge known as law speaker. ഈ അസംബ്ലിയുടെ പൂർണ്ണ നിയന്ത്രണം ലോ സ്പീക്കർക്കാണ്. ഇദ്ദേഹമാണ് ജഡ്ജ്, ഇദ്ദേഹമാണ് ക്രിമിനൽ പണിഷ്മെന്റിന്റെ കാര്യത്തിൽ, സ്വത്തുവകകളുടെ കാര്യത്തിൽ ഏതെങ്കിലും മറ്റു തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായാൽ അതിൽ അവസാന വാക്ക് ലോ സ്പീക്കർക്കാണ്. Viking laws were not written down, so it passed from person to person by word of mouth. ഇവര് നിയമസംഹിത എഴുതി തയ്യാറാക്കിയിട്ടൊന്നുമില്ല. ഇവിടെ ചർച്ച ചെയ്യും, ഈ ചർച്ച ചെയ്യുന്നതിന് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കും. ആ ഡിസിഷൻ വാക്കാൽ പറഞ്ഞ് ലോ സ്പീക്കർ അവിടെ അത് അവസാനിപ്പിക്കും. അതിൽ പിന്നെ ഒരു ചോദ്യം ചെയ്യലോ അതിനെ പിന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് മുന്നോട്ട് പോകലോ അതിൽ നമ്മളുടെ ന്യായം കണ്ടെത്തലോ ഒന്നും പിന്നെ സാധ്യമല്ല. People who broke the law declared as outlaws means he is excluded from all nominal legal rights. തെറ്റ് ചെയ്താൽ അയാളെ പിന്നീട് വിളിക്കുന്ന പേരാണ് ഔട്ട്ലോ. അയാൾക്ക് യാതൊരു വിധത്തിലുള്ള റൈറ്റ്സിനും പിന്നീട് അവകാശമുണ്ടായിരിക്കുന്നതല്ല. The punishments was very severe and they were forced to live in the wilderness. The Vikings also settled the disputes with a fight or duel known as holmgang. Holmgang എന്ന് പറയുന്നത് ആരെങ്കിലും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അവർ തമ്മിൽ സ്വയം ഫൈറ്റ് ചെയ്യും. ആ ഫൈറ്റിൽ ആരാണോ വിജയിക്കുന്നത് അയാൾക്കാണ് അതിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ജയം. എനിവൺ ഒഫൻഡഡ് ഹൂ ചാലഞ്ച് ദി അതർ പാർട്ടി ടു holmgang regardless of their differences in social status. ഞാനൊരു തെറ്റ് ചെയ്താൽ ഞാൻ ആരോടാണോ തെറ്റ് ചെയ്തത് അയാൾക്ക് വേണമെങ്കിൽ എന്നെ ചാലഞ്ച് ചെയ്യാം. എന്തിനു ചാലഞ്ച് ചെയ്യണു? ഈ പറയുന്ന ഹോം ഗ്യാങ്ങിന്. ഈ ഹോം ഗ്യാങ്ങിന് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടു കൂട്ടരും ഫൈറ്റ് ചെയ്യും. ഞാനാണ് ജയിക്കുന്നതെങ്കിൽ എൻ്റെ ഭാഗത്ത് ശരി, എൻ്റെ ഭാഗത്ത് ദൈവം. അവനാണ് ജയിക്കുന്നതെങ്കിൽ അവൻ പറഞ്ഞത് ശരി, അവൻ്റെ ഭാഗത്താണ് ദൈവം എന്ന് തീരുമാനിക്കുന്ന വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു രീതിയും അവരുടെ കൂട്ടത്തിൽ നിലനിന്നിരുന്നു. Holmgangs were fought 3 to 7 days after the challenge. Whoever won the duel was seen as being favored the gods. ദൈവത്തിന് പ്രിയപ്പെട്ടവൻ ആരാണോ അയാൾ ഈ ചാലഞ്ചിൽ ജയിക്കും, ഫൈറ്റിൽ ജയിക്കും. 3 മുതൽ 7 ദിവസം വരെയാണ് സമയം. ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫൈറ്റിന് ചെന്നിരിക്കണം. ഫൈറ്റിന് ചെന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ തെറ്റുകാരനായിരിക്കും. ഞാൻ ഈ ക്ലാസ്സിലെ ദേവരാജിനോട് തെറ്റ് ചെയ്തു. ദേവരാജ് എന്നെ ചാലഞ്ച് ചെയ്തു. താൻ എന്നെ തല്ലി തോൽപ്പിച്ചാൽ, ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചാൽ താൻ പറയുന്നത് ശരി, അല്ലെങ്കിൽ ദേവരാജ് പറയുന്നത് ശരി. എന്നിട്ട് എന്ത് സംഭവിക്കും? ഫൈറ്റിൽ ചാലഞ്ച് ചെയ്ത ആൾക്ക് 3 മുതൽ 7 ദിവസം വരെ സമയം കൊടുക്കും. അതിനുള്ളിൽ ഞാൻ ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്ത് ഫൈറ്റിന് ചെല്ലണം. ചെന്നില്ലെങ്കിൽ ദേവരാജ് പറയുന്നത് മുഴുവൻ ശരിയാണെന്ന് വിചാരിക്കേണ്ടി വരും. കാരണം ഞാനാണ് അവിടെ നുണ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്യാൻ ചെല്ലും. ഫൈറ്റ് ചെയ്യാൻ ചെല്ലുന്നവൻ്റെ കൂടെ ദൈവം നിൽക്കും. കാരണം സത്യസന്ധനാണെങ്കിൽ അയാളുടെ കൂടെയാണ് ദൈവം ഉണ്ടായിരിക്കും എന്നാണ് വിക്കിങ്സ് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഹോംഗ്യാങ് എന്ന് പറയുന്ന ഒരു ഫൈറ്റിംഗ് സമ്പ്രദായം ഇംഗ്ലണ്ടിൽ അന്നത്തെ കാലത്ത് നിലനിന്നിരുന്നു.
ഇത്രയുമാണ് ഡെയിൻസിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനും പഠിക്കാനും ഉള്ളത്. നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക് 800 1150 കാലഘട്ടത്തിൽ കടന്നു വരുന്നു. 793 ഫസ്റ്റ് അറ്റാക്ക്, 878 ആൽഫ്രഡുമായിട്ട് ഗുത്രം യുദ്ധം ചെയ്യുന്നു. ദെൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ആവുന്നു. 886 ട്രീറ്റി ഒപ്പുവെക്കുന്നു, ഇംഗ്ലണ്ടിനെ ഡിവൈഡ് ചെയ്യുന്നു. 5 സിറ്റീസും പ്ലസ് നോർത്തംബ്രിയ ആൻഡ് ഈസ്റ്റ് ആംഗ്ലിയ, യോർക്ക് ഉൾപ്പെടെയുള്ള പ്രദേശം വിക്കിങ്സ് റൂളിന് കീഴിലും ബാക്കിയുള്ളത് ആംഗ്ലോ സാക്സൺ റൂളിന് കീഴിലും നിലനിർത്താൻ ട്രീറ്റിയിൽ ധാരണയാവുന്നു. ഡെയിൻസിൻ്റെ കീഴിൽ വരുന്ന സ്ഥലങ്ങളിൽ നടപ്പിലാക്കുന്ന നിയമ സംവിധാനത്തെ അല്ലെങ്കിൽ ആ ടെറിട്ടറിയെ വിളിക്കുന്ന പേരാണ് ഡെയിൻ ലോ. ഇതിൽ തന്നെ 4 രാജാക്കന്മാരാണ് പ്രധാനമായിട്ടും കടന്നു വന്നത് 1013 മുതൽ 1042 വരെയുള്ള കാലഘട്ടത്തിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കണക്കാക്കപ്പെടുന്നത് കനൂട്ടാണ്. ഈ പറയുന്ന ഡെയിൻസിൻ്റെ അസംബ്ലിയുടെ പേരാണ് തിങ് എന്ന് പറയുന്നത്. തിങ് എന്ന് പറയുന്ന അസംബ്ലിക്ക് പ്രോപ്പർട്ടി റൈറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ക്രിമിനൽ പ്രൊസീഡിങ്സിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമുണ്ട്. അതിനെ പ്രൊസീഡ് ചെയ്യുന്ന ഓഫീസറുടെ പേരാണ് ലോ സ്പീക്കർ. ലോ സ്പീക്കർ പറയുന്നത് എന്തോ അതാണ് അവിടുത്തെ നിയമമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ നിയമം ലംഘിച്ചാൽ അവരെ വിളിക്കുന്ന പേരാണ് ഔട്ട് ലോ. അവർക്ക് പിന്നെ യാതൊരു വിധത്തിലുള്ള അവകാശങ്ങൾക്കും സാധ്യത നിലനിൽക്കുന്നില്ല. ഏതെങ്കിലും രീതിയിലുള്ള തെറ്റ് സംഭവിച്ചാൽ ഹോം ഗാങ് എന്ന് പറയുന്ന ഒരു ചാലഞ്ചിന്, ഫൈറ്റിന് നമുക്ക് നമ്മളുടെ ഓപ്പോസിറ്റ് പാർട്ടിയെ ക്ഷണിക്കാം. ആരാണോ ഹോം ഗാങ്ങിൽ ജയിക്കുന്നത് അയാളുടെ കൂടെയാണ് ദൈവം, അയാൾ പറയുന്നതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു ആചാര രീതിയാണ് വിക്കിങ്സ് അഥവാ ഡെയിൻസ് ഫോളോ ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് നോർമൻ കോൺക്വസ്റ്റ് ആണ്. അടുത്തൊരു വിഭാഗം ഇംഗ്ലണ്ടിൻ്റെ ഭരണസാരഥ്യത്തിലേക്കും ഇംഗ്ലണ്ട് പിടിച്ചെടുക്കാനും കടന്നു വരുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഭാഗം എല്ലാവരും നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, ഒപ്പം തന്നെ സേഫായിട്ടിരിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ഭാഗവുമായിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു.